മൂപ്പര് പറഞ്ഞ് മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദിന്റെ റൂഹും കൊണ്ട് അസ്റായിൽ പോയി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ കൊട്ടയിലിട്ട് പോകുമ്പോ മുഹീദ്ദീൻ ശൈഖ് കൊടുത്തൊരു തട്ട്, അന്നത്തെ റൂഹ് മുഴുവനും പാറിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം ഈ മൗലവി ഷാർജയിൽ നിന്ന് പ്രസംഗിച്ച്, എന്നിട്ട് മൗലവി പറഞ്ഞ് അന്ന്, അതായത് പറയാൻ പോകുന്നു, ഞാൻ കുറച്ച് ദിവസമായിട്ട് ആ സീഡി ഇങ്ങനെ തെരയാൻ ഇപ്പൊ കിട്ടി എനിക്കത്. അങ്ങനെ മൗലവി പറഞ്ഞ് ഏത് മാലയിലാ ഇതുള്ളതെന്നറിയോ? ഏത് മാല? മുഹീദ്ദീൻ മാല ശരിയല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനും ശരിയല്ല എന്ന് പറഞ്ഞില്ലേ ശൈഖുനാ? ആ മാല ഉസ്താദിനെ കൊണ്ടായി പറയുന്നത്. സഹോദരന്മാരെ കേട്ടോളൂ. അപ്പൊ എന്താ പറഞ്ഞേ? ശൈഖുന ഖുർആനിൽ തെറ്റുണ്ട്, മാലയെ തെറ്റുണ്ടെങ്കിലും എന്ന് പറഞ്ഞ മാല എന്ന് പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ വാചകം അയാൾ പറഞ്ഞ വേറെ വിഷയം. ഷാർജയെന്ന് പ്രസംഗിച്ചതാ. ഞാനത് അബുദാബിന്ന് കേട്ട് ഒരാൾക്ക് കേൾപ്പിച്ചെന്ന്, ഒരു കർണാടകക്കാരെ കേൾപ്പിച്ചെന്ന്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി ഇത് ഷാർജയുടെ ഉള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇപ്പൊ പിന്നാലെ കൊണ്ടാന്ന് വെച്ചു. ഞാൻ പാറക്കടവിൽ മുജാഹിദ് പരിപാടി വെച്ചു. അവിടുന്നും പറഞ്ഞു വരുതി തന്നെ ഇങ്ങനെ ഈ മുഹീദ്ദീൻ ശൈഖിന് റൂഹിന്റെ കൊട്ട തട്ടിയിട്ട് പോയി എന്നാണ് ഇവരെ മുഹീദ്ദീന്മാരുള്ളത്. ഇപ്പൊ പാറക്കടവ് ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ പറയുന്ന മുഹീദ്ദീൻമാല ഖാദി മുഹമ്മദ് റഹിമഹുല്ലാന്റെ മുഹീദ്ദീൻമാലയിലല്ല, അതേതോ തമിളൻ എഴുതിയതാണ് എന്ന് പറഞ്ഞു. തമിളൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയവരുണ്ട്. അപ്പോ അതേതോ തമിളൻ എഴുതിയാന്ന് പറഞ്ഞു. ഇവിടുന്ന് മൗലവി പറഞ്ഞു തമിളനൊന്നല്ല, പൊന്നാനിയുള്ളേ ഇന്നാളെ എഴുതിയാണെന്നൊക്കെ കുറെ പറഞ്ഞു. വാസ്തവത്തിൽ എന്നിട്ട് എന്താ ഇവർ തെറ്റിദ്ധരിപ്പിച്ചത്? എന്ത് ഇടപെട അലവി മൗലവിയായിട്ട് വാദപ്രകാരം നടത്തി. വാദപ്രകാരത്തിലെ അലവി മൗലവി പറഞ്ഞു മുഹീദ്ദീൻ മാല പൂർണ്ണമായിട്ട് തെറ്റാണ് ഇത് ഞാൻ തെളിയിക്കുന്നത്. അപ്പോ ഖുർആൻ കൊണ്ട് തെളിയിക്കുന്നത്. അപ്പൊ വദി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു മുഹീദ്ദീൻ മാലയെ തെറ്റില്ല എന്ന് ഖുർആൻ കൊണ്ട് ഞാനും തെളിയിക്കുന്നത്. അങ്ങനെ മൗലവി ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നറിയോ? ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം തീരാവുള്ളവർ. അങ്ങനെ ആകാശത്തിന്റെ മേലെയും ഭൂമിക്ക് താഴെയൊക്കെ നീളമുള്ള ഒരു കൊടി, അങ്ങനെ ഒരു കൊടി ഉണ്ടെങ്കിൽ അതെവിടെ മുസ്ലിയാരേ എന്ന് ചോദിച്ചു. ഉടനെ വദി അബ്ദുൽ ഖാദിർ ഖുർആൻ എന്നൊരായത്തുണ്ട്, അള്ളാന്റെ കയറിനെ നിങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കണം. ഹബിലു തന്നെ കയറ്, എല്ലാരും മുറുകെ പിടിക്കേണ്ട ഒരു കയറുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അതെവിടെ മൗലവി എന്ന് ചോദിച്ചു. അപ്പൊ മൗലവി പറഞ്ഞു കയറ് കാണുന്നില്ല, എന്നാ മാലയിലുള്ള കൊടിയും കാണുന്നില്ല അല്ലേ? അപ്പൊ മാലയും തെറ്റ് ഖുർആനും തെറ്റാണോ മൗലവി എന്ന് ചോദിച്ചു. അപ്പൊ മൗലവി പറഞ്ഞു എന്നാ എന്താ ഉസ്താദേ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോ വദി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു കൊടുത്തു. ഇത് ആ വദി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അത് പറഞ്ഞത്, അത് കാന്തപുര ഉസ്താദും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്, എല്ലാരും പറയാറുണ്ട്. ഇതാണ് മുഹീദ്ദീൻ മാലയെ തെറ്റുണ്ടെങ്കിൽ ഖുർആനും തെറ്റുണ്ട് എന്ന് പറഞ്ഞു മൗലവിമാര് പറയുന്നത്. ഇതും പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് ഈ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാന്റെ മാലയല്ല. അതാ ഇനിയിപ്പോ മൗലവിനെ ഞാൻ ഇവിടുന്ന് ഏത്ത ഇടിച്ചിട്ട് ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ആ സീഡി കിട്ടാൻ കുറച്ചു കാലമായി കളിക്കുന്നു, അതിന്റെ കൈ കിട്ടി. ശരിക്കൊന്ന് കേട്ടോ. ആദ്യം കേൾപ്പിക്കുന്നത് ശൈഖുന പറയുന്ന മാലയിലാണ് അതുള്ളത് എന്ന് അയാൾ പറയുന്നു. അതാദ്യം വെക്കുമോനെ. മാല ഏത് മാല? മുഹീദ്ദീൻ മാല ശരിയല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനും ശരിയല്ല എന്ന് പറഞ്ഞില്ലേ ശൈഖുന? ആ മാല ശരിക്കും മനസ്സിലാക്കണം സഹോദരങ്ങളെ. നിങ്ങൾ എവിടേക്കാണ് ഈ ജനങ്ങൾ പോകുന്നത്? എന്താ പറഞ്ഞത്? ശൈഖിന്റെ ഒരാൾ മരിച്ചപ്പോ പറഞ്ഞു എനിക്കിപ്പോ കിട്ടുന്നില്ല ആളെ എന്ന് പറഞ്ഞു. കുടുംബക്കാരൻ വിളിച്ചു. അതൊക്കെ നമ്മൾ വെച്ചു. വിദ്യശേഖിങ്ങനെ ഓടി വെക്കുമ്പോ അസ്റായിൽ ഇങ്ങനെ കയറുക പിടിച്ചിട്ട്. അപ്പൊ പറയുന്നത് സന്ധിയിലെ ഒരു കൊട്ടാണ്. ഒരു കൊട്ടയിൽ മൂപ്പര് മനസ്സിലാക്കി എന്താ മീൻ പിടിച്ചിട്ട് പണ്ട് കൊട്ടയിലിടും പോലെ ഒരു കൊട്ടയിലിട്ടിട്ടായി റൂഹ് ഉണ്ടാവുകയാണ്. ഏതായാലും കൊട്ടയിൽ നാഞ്ഞു പിടിച്ചിട്ട് അസ്റായിൽ മാനത്തൊക്കെ പടച്ചോന്റെ അടുത്ത് ഇങ്ങനെ പറക്കാണ്, നല്ല 120 സ്പീഡിൽ പറക്കുമ്പോഴാണ് ശരീരം തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ തരയണം, എന്റെ ഹാദിമിന്റെ റൂഹ്. എന്നാൽ എന്റെ പാറക്കടവിലെ പ്രസംഗം കേട്ടോളൂ. അത് നമ്മളും ആ മാലയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നമ്മൾ പാടുന്ന മാല ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ ഉണ്ടാക്കിയ മാല, അതിൽ അങ്ങനെയൊരു ശബ്ദവും ഇല്ല. അവിടെ പറഞ്ഞു. എന്നാൽ മൗലവി ഇതേ മാല മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു. മൂപ്പരെന്നെ പറഞ്ഞു കേൾക്ക, മാല എന്റെ അടുത്തുണ്ട്, അത് ഞാൻ തരൂല, സാധനം ഞാൻ തരൂല. നിങ്ങളടുത്തുള്ള മാല ഒന്ന് കാണിച്ചിരോ എന്ന് നിൽക്കുമ്പോഴേ അതിന് മൗലവിന്റെ മറുപടി സാധനം ഞാൻ തരൂല. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കോനെ. സാധനം തരൂല, കാണിച്ചു ഇങ്ങനെ തരും. സാധനം കയ്യിൽ തരൂല, സാധനം തരൂല, കാണിച്ചു ഇങ്ങനെ തരും. സാധനം കയ്യിൽ തരൂല, കാണിച്ചിങ്ങനെ തരും. എന്നാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് എന്ത് ചെയ്യുന്നു അറിയോ? കുറച്ച് ആൺകുട്ടികൾ പറഞ്ഞ്
അത് പറ്റൂല, ഞങ്ങൾക്ക് കാണണോ. അപ്പൊ പിന്നെന്താ ഉണ്ടായത് നിങ്ങൾ കേട്ടോളി. അയാൾ എന്നെ അറിയട്ടെ. ഇതൊരു സ്ഥലത്തിന് നാട്ടിൽ നിന്ന് നമ്മൾ പ്രസംഗിച്ചപ്പോൾ ഇളകിയ ജനങ്ങൾ എന്താ പറഞ്ഞത്, വൈദ്യമാരിൽ കാണിച്ചുതാനും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സ്റ്റേജൊക്കെ പറഞ്ഞ് മൈക്ക് അവർ കൊണ്ടുപോയി, ആംപ്ലിഫയർ വേറെടുത്തും കൊണ്ടുപോയി, സ്റ്റാൻഡ് വേറെടുത്തും കൊണ്ടുപോയി, ഞാൻ റേഷൻ കടയുടെ ഉള്ളിൽ പോയി. അവസാനം അവിടുന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയോ മൂപ്പര് റേഷൻ കടയുടെ ഉള്ളിലും പോയി. എനിക്ക് കേട്ടോളി, ഇയാള് പറയുന്നത് ഈ മാലയിലുള്ള ആശയം ശരിയാണ് എന്നാണ് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത്. അത് കേട്ടോളി. ഞങ്ങൾ അംഗീകരിക്കുന്ന മാലാണ് എവിടെയുണ്ട്? നിങ്ങൾ അംഗീകരിക്കുന്ന മാലാണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ പുസ്തകത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ, ഈ മാലയുടെ ആശയം ശരിയാണ് എന്ന് നിങ്ങളുടെ ഉസ്താദ് നെല്ലിക്കുത്ത് കൊടുത്തിട്ടില്ലേ? അങ്ങനെ ഒരു വാചകം ഉസ്താദിന്റെ പുസ്തകത്തിൽ മൗലവി കാണിച്ചതാണ്. എന്റെ പലരുടെയും ഉള്ളിൽ നിന്ന് ഞാൻ കോപം വർദ്ധിച്ചിരുന്നു. ഇപ്പം ഞാൻ എനിക്ക് പറയുന്നത് നിങ്ങളുടെ മാലയിലുണ്ട്, നിങ്ങളുടെ മാലയിലുണ്ട്. ഇത് നിങ്ങൾ പറയില്ലേ ഞങ്ങളെ മാലയിലൊന്നുമില്ല, നിങ്ങളെ മാലയിലുണ്ട് എന്നാ പറയുന്നത്. ഇത് നിങ്ങൾ പറയില്ലേ ഞങ്ങളെ മാലയിലൊന്നുമില്ല, നിങ്ങളെ മാലയിലുണ്ട് എന്നാ പറയുന്നത്. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞുമൈദീൻ കുട്ടി മുമ്പുള്ള മൊഹീദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാൾ കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാലയില്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മൊഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞുമൈദീൻ കുട്ടി മുമ്പുള്ള മൊഹീദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാൾ കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാലയില്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മൊഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ആളാവർത്തുന്ന കളിപ്പിക്കല്. കണ്ടോ, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്. സമ്മതിപ്പിച്ചില്ലേ? ഇതിനാ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇത് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ്. ഒക്കെ സമ്മതിക്കണ് ഞാനേ, ഞാൻ സമ്മതിച്ച് ഏത്തമിട്ടില്ലേ. ഇനി അടുത്തത് കേൾക്കണം നിങ്ങൾക്ക്. ഇയാൾ പറയുന്നത് അംഗീകരിച്ച പുസ്തകങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നത് നമ്മളെ മാനസിക രോഗിന്റെ ഒരു ബുക്ക്. നമ്മളെ KVM ബന്ധാവൂരിന്റെ. എന്നാൽ അതിലുള്ള എന്താ, ഇത് അംഗീകരിക്കാൻ പറ്റൂല. ആ KVM ബന്ധാവൂര് മാനസിക രോഗിയോ എഴുതിയത് എന്താണ്? അംഗീകരിക്കാൻ പറ്റൂല. അതാ മൂപ്പര് തെളിവിന് ധരിക്കുന്നത് ഇത് അംഗീകരിക്കുന്നതാണ് എന്നുള്ളതിന്. കേട്ടോളി, ഒന്ന് ആദ്യം കേൾപ്പിക്കുന്നത് അംഗീകരിക്കുന്ന പുസ്തകങ്ങളാണ് എന്ന് പറയുന്നത്. അംഗീകരിച്ച പുസ്തകങ്ങളാണ്, അംഗീകരിച്ച പുസ്തകങ്ങളാണിത്. ഇനി പുസ്തകം ഒന്ന് പറയട്ടെ, മൂപ്പര് വായിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമായി പൊരുത്തപ്പെടാത്ത ചിലതിലുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ വയ്യ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമായി പൊരുത്തപ്പെടാത്ത ചിലത് ഇതിലുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ വയ്യ. അംഗീകരിച്ച വാചകം കേട്ടില്ലേ നിങ്ങൾ? ഇത് അംഗീകരിക്കാൻ വയ്യ. ഇതാ അംഗീകരിച്ച വാചകം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. KVM ബന്ധാവൂരിന് മാത്രമാണോ? ഇനി നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറഞ്ഞത്? ഇതാരുടെയോ സൃഷ്ടിയാണ്, ഇതാരുടെയോ സൃഷ്ടി. അത് മൂപ്പര് തലക്കൊരു പശു ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാ വായിക്കുന്നത്. എങ്ങനെ? ആ പശു ഒരു കയറ് വീണ് കിട്ടിയിട്ടുണ്ട്, എന്റെ തലക്കൊരു പശു ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാ വായിക്കുന്നത്. കേട്ടോളി. ഇന്നത്തെ മൊഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാല് ഇവരുടെ പഴയ മൊഹീദ്ദീൻ മാലയില്ല, ഇതാരുടെയോ സൃഷ്ടിയാണ്. അതാരുടെയോ സൃഷ്ടിയാണ്. അത് വായിച്ചൊക്കെ പോവാണ്. ഇതാരുടെയോ സൃഷ്ടിയാണ് എന്നാ ഉസ്താദ് പറഞ്ഞത്. അതിന് മൂപ്പര് പറയാ ആരോ ഒരാൾ എഴുതിയതാണെന്ന് അതിന്റെ അർത്ഥം. അത് ശരി, ആകാശത്ത് നുരുണ്ട് വീണ്ടല്ല എന്നതിന്റെ അർത്ഥം. ആരുടെയോ സൃഷ്ടിയാണ് എന്ന് പറയല് ഒരാൾ എഴുതിയാണ് എന്നുള്ള അർത്ഥത്തിലാ, ഉണ്ടാക്കി പറഞ്ഞാണ് എന്നതിന്റെ അർത്ഥം. ഏത് മലയാളം അറിയുന്നോ അതറിയാത്തത്? ഇനി സഹോദരന്മാരെ, ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഞാൻ പറഞ്ഞുതരാം. ഇയാള് പറയുന്നത് ഇതൊക്കെ കൂടി വിശദീകരിച്ചാൽ പറയുന്നത് ഈ മാലന്റെ കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? മൂപ്പര്